മറ്റൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ലോകത്തിൽ നിന്ന് നിലവിൽ നിൽക്കുന്ന പ്രബലമായ പല സമുദായങ്ങളുമുണ്ട്. ക്രിസ്തീയ സമൂഹമുണ്ട്, ഹൈന്ദവ സമൂഹമുണ്ട്, ഇസ്ലാമിക സമൂഹമുണ്ട്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഈ ലോകത്ത് നിലവിൽ നിൽക്കുന്ന ക്രിസ്തീയ സമൂഹത്തിന്റെ ആദർശ ഗ്രന്ഥമായ ബൈബിളുകൾ മുഴുവനും ക്രോഡീകരിക്കപ്പെട്ട ബൈബിളുകൾ, ലോകത്ത് മുഴുവനുമുള്ള മുഴുവൻ ബൈബിളുകളും എടുത്തുകൊണ്ടുവന്ന് ഈ വേളാവൂർ ഇസ്ലാമിക് സെന്ററിന്റെ ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ആ ബൈബിൾ മുഴുവനും കത്തിക്കരിച്ച് ചാമ്പലാക്കുക. ലോകത്ത് പിന്നീട് ഒരു ബൈബിളിന്റെ കൈയെടുത്ത് പ്രതി പോലും ലോകത്ത് കാണാനില്ല. ആ ബൈബിളുകൾ മുഴുവനും കത്തിക്കരിച്ച് ചാമ്പലായി കഴിഞ്ഞാൽ പിന്നീട് ബൈബിളിന് പുനരവതാരമില്ല. കാരണം ബൈബിൾ മുഴുവനും ഹൃദയസ്ഥമാക്കപ്പെട്ട ഒരു ക്രിസ്തീയ പണ്ഡിതനെ കുറിച്ച് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ലോകത്തുള്ള മറ്റു മുഴുവൻ വേദങ്ങളും, ഏതൊക്കെ വേദങ്ങളുണ്ടോ ആ വേദങ്ങൾ മുഴുവനും ഈ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് അത് മുഴുവനും കത്തിക്കരിച്ച് ചാമ്പലാക്കി വെണ്ണീറാക്കിയിട്ട് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ പോലും അതിനൊന്നും ഈ ലോകത്ത് പുനർജന്മമില്ല എങ്കിൽ മറ്റുള്ള ഒരു വേദങ്ങളും പൂർണ്ണമായി മനഃപ്പാടമാക്കിയ ഒരു പണ്ഡിതനെ കുറിച്ചും ചർച്ച ചെയ്യാൻ കഴിയില്ല എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതൊരു അവകാശവാദമാണെന്ന് തന്നെ കരുതിയാലും ശരി, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ലോകത്തുള്ള മുഴുവൻ മുസ്ഹഫുകളും ഖുർആനും എടുത്തുകൊണ്ടുവന്ന് ഈ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് ആ ഖുർആൻ മുഴുവനും കത്തിക്കരിച്ച് ചാമ്പലാക്കി ആ ചാമ്പലാക്കി കിട്ടുന്ന വെണ്ണീർ മുഴുവനും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാസമുദ്രമായ 16,52,50,000 ചതുരശ്ര കിലോമീറ്റർ ഉപരിതല വിസ്തീർണമുള്ള പസഫിക് മഹാസമുദ്രത്തിന്റെ ഏറ്റവും താഴ്ഭാഗമുള്ള ലോകത്തിലെ ഏറ്റവും താഴ്ചയുള്ള ഭാഗമായ 11,122 മീറ്റർ താഴ്ചയിൽ കിടക്കുന്ന മരിയാന ട്രഞ്ച് എന്ന പസഫിക് മഹാസമുദ്രത്തിന്റെ ഏറ്റവും താഴ്ചയുള്ള ഭാഗത്തേക്ക് ലോകത്തുള്ള മുഴുവൻ ഖുർആനുകളും കത്തിക്കരിച്ച് ചാമ്പലാക്കിയ വെണ്ണീർ കൊണ്ടുപോയി പസഫിക് മഹാസമുദ്രത്തിന്റെ തിരമാലകൾക്കുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഈ ലോകത്തൊരു ഖുർആൻ പോലും ബാക്കിയില്ല. ലോകത്തുള്ള ഖുർആൻ മുഴുവനും കത്തിക്കരിച്ച് ചാമ്പലാക്കി കിട്ടിയ വെണ്ണീർ കൊണ്ടുപോയി ലോകത്തിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശമായ പസഫിക് മഹാസമുദ്രത്തിന്റെ തിരമാലകളെ മുകളിലേക്ക് അലിഞ്ഞു ചേർന്നിട്ട് ലോകത്തിന് ഖുർആനില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുമോ? അവിടെ നിന്ന് കടന്നു വന്നിട്ട് ഈ ഇന്ത്യ രാജ്യത്ത് വേണ്ട നമ്മുടെ കേരള സംസ്ഥാനത്തിൽ തന്നെ എത്രയോ അറബി കോളേജുകളുണ്ട്, എത്രയോ മദ്രസകളുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എത്രയോ അറബി കോളേജുകളും മദാരിസുകളുമുണ്ട്. ഈ വിനീതനും ഇവിടുത്തെ ഇമാമായ സഫറുല്ലാഹ് മൗലവി അടക്കമുള്ള ആളുകൾ കിൽമിന്റെ പൊൻവെളിച്ചത്തിലേക്ക് ആനയിച്ച ഹിദായത്തുൽ ഇസ്ലാം അറബി കോളേജ് അടക്കമുള്ള എത്രയോ ദീനി മദാരിസുകളുണ്ട്. അവിടെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ളുൽ ഖുർആന്റെ വിഭാഗത്തിലേക്ക് കടന്നു ചെന്നിട്ട് 5 വയസ്സ് പോലും തികയാത്ത, വേണ്ട 8 വയസ്സ് പോലും തികയാത്ത ഖുർആൻ മനഃപ്പാഠമാക്കുന്ന പിഞ്ചുബാലന്മാരെ നിർത്തിയിട്ട് ഖുർആൻ ഓതു മക്കളെ എന്ന് പറഞ്ഞു കഴിയുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആ പിഞ്ചുബാലന്മാരുടെ മനസ്സിന്റെ ഉള്ളിൽ തങ്കലിപികളിൽ കൊത്തിവെച്ചിരിക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെക്കുള്ള ഊദു റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പിഞ്ചുബാലന്മാരുടെ മനസ്സുകളിൽ പോലും ഖുർആൻ ജീവിക്കുന്നുവെന്ന് ലോകത്തെ ആരൊക്കെ തകർത്ത് തരിപ്പണമാക്കിയാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗ്വാണ്ടനാമോയുടെ തടവറയിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊണ്ട് ഖുർആൻ പിച്ച് ചിന്തിച്ചാൽ എന്താ? ലോകത്തുള്ള മനുഷ്യരുടെ മനസ്സുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആൻ ആരൊക്കെ നശിപ്പിക്കാൻ മെനക്കെട്ടാലും ഈ ലോകത്തിന്റെ അവസാനം വരെ ഈ ലോകത്തിന്റെ അസ്തിത്വമായി നിലനിൽക്കുന്ന വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ ഖുർആനുമായ ചർച്ചയിലേക്ക് നമുക്ക് കടന്നു പോകാം. ആ ഖുർആനുമായ ചർച്ചയിലൂടെ നമ്മുടെ പ്രഭാഷണത്തിന്റെ 2ാം ദിവസം നമുക്ക് തുടർന്നു പോകാം. അതിനു മുമ്പ് ഖുർആന്റെ ചർച്ചയിലേക്ക് കടക്കുമ്പോ ഇമാം ബൂസൂരിയുടെ വാക്കുകൾ കടമെടുത്തിട്ട് നമുക്ക് പറയാം, ഖുർആൻ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത സുവിശേഷമാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്തിൽ നൽകിയ ഏറ്റവും വലിയ വരദാനം. അർത്ഥത്തിന്റെ മഹാസാഗരവുമായി ഈ ലോകത്തേക്ക് കടന്നു വന്ന വിശുദ്ധ ഖുർആൻ.
ആ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ച ഒരു പ്രഭാഷകനും അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല, ഒരെഴുത്തുകാരനും എഴുത്തി തീർക്കാൻ കഴിയാത്ത രീതിയിൽ അർത്ഥത്തിന്റെ അനന്ത വിശാലമായ മഹാസാഗര പോലെ പരന്നു കിടക്കുന്ന വിശുദ്ധ ഖുർആൻ. ഇമാം ബൂസൂരിയുടെ വാക്കുകൾ നമുക്ക് കടമെടുക്കാം. ഇമാം ബൂസൂരി അല്ലാഹു അങ്ങേക്ക് അനുഗ്രഹം ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇമാം ബൂസൂരി പറയുന്നു, ജൽബഗീരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി ولا تعد ولا تحصى جانبها ولا تصام على الإقفار بالسمي. ഇമാം ബൂസൂരി പറയുന്നു, ആ ഖുർആനിന്റെ അർത്ഥസമ്പുഷ്ടത, ആ ഖുർആന്റെ അർത്ഥവിശാലത, അർത്ഥദ്യോതകമായ ആശയ സമ്പുഷ്ടമായ ആശയങ്ങളുമായി മനുഷ്യന്റെ ഹൃദയത്തോട് വിനിമയം നടത്തുന്ന വിശുദ്ധ ഖുർആൻ ലഹാ മആനിൻ കമൗജിൽ ബഹരി, കടലിലെ അടങ്ങാത്ത തിരമാല പോലെ പ്രവൃത്ത വിശാലമാണ് വിശുദ്ധ ഖുർആൻ. ഇമാം ബൂസൂരി അങ്ങേക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. ഇമാം ബൂസൂരി പറഞ്ഞു, ലഹാ മആനിൻ കമൗജിൽ ബഹരി, കടലിലെ അടങ്ങാത്ത അടമുറിയാത്ത തിരമാലയുടെ പ്രവാഹം പോലെയാണ് ഖുർആന്റെ അർത്ഥസമ്പുഷ്ടത. ആ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നമുക്ക് കടന്നു പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ അമൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്താണ് ഖുർആൻ? പോരാത്തതിന് നമ്മെ പോലെയുള്ള ബലഹീനരായ ആളുകൾക്ക് എങ്കിലും ഖുർആനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ വാചാലത അതും പര്യാപ്തമായില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. വിശുദ്ധമായ ഖുർആൻ അതാണ്. എന്താണ് ഖുർആൻ എന്ന ചോദ്യത്തിന്റെ ആകെയുള്ള ഒരൊറ്റ ഉത്തരം, ഖുർആൻ എന്താണ് എന്നതിന്റെ ഉത്തരമായി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, ഓർമ്മയുണ്ട്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് അവിടുത്തെ അതരമൊഴികളിൽ നിന്ന് നിർഗളിച്ച ഒരൊറ്റ ഹദീസ്, ഇൻഷാ അല്ലാഹ് അത് മാത്രം ചർച്ച ചെയ്ത് നമുക്ക് ഇന്ന് ഈ സദസ്സ് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹാരിസ് ബിൻ അൽ-അഅ്വ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ്. ഹാരിസ് ബിൻ അൽ-അഅ്വ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മറർതു ഫിൽ മസ്ജിദി ഫഇദൻ നാസു യഖൂലൂന ഫിൽ അഹാദീസ്. ഹാരിസ് ബിൻ അൽ-അഅ്വ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മറർതു ഫിൽ മസ്ജിദി, ഞാനൊരു പള്ളിയിലൂടെ, നമ്മുടെ നാട്ടിലെ പള്ളിയിലൂടെ ഞാൻ കടന്നുപോയി. ആ സമയത്ത് ഫഇദൻ നാസു യഖൂലൂന ഫിൽ അഹാദീസ്, പള്ളിയിലൂടെ ഞാൻ നടന്നു പോകുമ്പോ പള്ളിക്കകത്തിരുന്ന് ചില ആളുകൾ നാട്ടുവർത്തമാനം പറഞ്ഞ് തർക്ക വിതർക്കങ്ങൾ നടത്തി, അവരങ്ങോട്ടും ഇങ്ങോട്ടും ആശയ സംവാദം നടത്തി നാട്ടുവർത്തമാനങ്ങളുമായി പള്ളിയെ ശബ്ദ കോലാഹലങ്ങളാൽ മുഖരിതമാകുന്ന അവസ്ഥ ഞാൻ കണ്ടു. എന്റെ മനസ്സ് വേദനിച്ചു. ഹാരിസിൽ പറയുന്നു, പള്ളിക്കകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്ക വിതർക്കങ്ങൾ നടത്തി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമയാനമായ ഒരു അന്തരീക്ഷം ഞാൻ പള്ളിയിൽ കണ്ടു. എനിക്ക് മനസ്സിലായി, ഇതൊരു ആശാവഹമായ സംഭവമല്ല. അള്ളാഹുവിന്റെ പള്ളിയുടെ പവിത്രതയെ പോലും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ആളുകൾ സംസാരിക്കുന്നു. ഇതൊരു വല്ലാത്ത ഫിത്നയാണ്, ഇതൊരു വല്ലാത്ത ഫിത്നയാണ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളികളിൽ ആളുകൾ പോലും ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കണ്ടപ്പോ ഹാരിസ് ബിൻ അൽ-അഅ്വ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ നേരെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലെത്തി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷമുള്ള സംഭവമാണ്. ഞാൻ നേരെ എന്റെ പ്രിയപ്പെട്ട ഹബീബായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനന്തരവനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല
തആലാഹുവിന്റെ അടുക്കലെത്തി. അലി റളിയല്ലാഹു തആലാഹുവിനോട് ഞാൻ വിവരം പറഞ്ഞു. ആ സമയത്ത് അലി ഇബ്നു അബീ താലിബിനോട് ചോദിച്ചു, അവഖദു ഫഅലൂഹാ, അവരെങ്ങനെ ചെയ്യുന്നത് നീ കണ്ടുപോയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിൽ ആശാവഹമല്ലാതെ ശബ്ദകോലാഹലങ്ങൾ ഉയർത്തുന്ന ഒരു സമൂഹത്തെ നീ കണ്ടോ? അവരെങ്ങനെ പ്രവർത്തിക്കുന്നത് കണ്ടോ എന്ന് ആശ്ചര്യാതിരേകത്തോടെ അലി ഇബ്നു അബീ താലിബ് ചോദിക്കുമ്പോ ഹാരിസ് ഇബ്നു അൽഅവർ പറയുന്നു, നഅം, അതെ, ഞാനിത് കണ്ടിട്ടാണ് അങ്ങയുടെ അടുക്കലൂടെ വരുന്നത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നീ കേട്ടിട്ടുണ്ടോ? ഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടു, സതകൂനു ബഅദീ ഫിത്നത്തുൻ, എനിക്ക് ശേഷം ഒരു വലിയ ഫിത്ന ലോകത്ത് സംഭവിക്കാൻ പോവുകയാ. എനിക്ക് ശേഷം ഈ ലോകത്തൊരു വലിയ ഫിത്ന സംഭവിക്കാൻ പോവുകയാണ്. ഒരു വലിയ വിനാശം വരാനിരിക്കുന്ന കാർമേഘം ഞാൻ മുൻകൂട്ടി കാണുന്നു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടു, സതകൂനു ബഅദീ ഫിത്നത്തുൻ, എനിക്ക് പിറകെ ഒരു വലിയ ഫിത്ന ഉണ്ടാവാൻ പോകും. എനിക്ക് പിറകെ ഒരു വലിയ ആപത്തുണ്ടാവാൻ പോകുന്നു. എന്താണ് ആപത്ത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളായ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത, ആ ഭിന്നത ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അഭിപ്രായ ഭിന്നതയുടെ പേരിൽ ഈ സമൂഹം മുഴുവനും ആശാവഹമല്ലാത്ത ഈ സമൂഹം ഏറ്റവും വലിയ അധപതനത്തിന്റെ പടുകുടികളിലേക്ക് കടന്നു ചെല്ലുമ്പോ, എന്തിനേറെ റമളാൻ മാസത്തിൽ പോലും തറാവീഹിനെ കുറിച്ചുള്ള ചർച്ച ചെയ്ത് മൗലൂദിന്റെയും റാത്തീബിന്റെയും ചർച്ചകളിലൂടെ ഒരു പള്ളിയിൽ ജുമുഅ പോലും സമാധാനപരമായ രീതിയിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ സമൂഹം ഈ സമൂഹം അഭിപ്രായ ഭിന്നതയിലേക്ക് കടന്നു പോകുന്നത് എനിക്ക് പിറകെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഫിത്നയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അഭിപ്രായ ഭിന്നത, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികൾ നിസ്സാരപരമായ ശാഖാപരമായ കാര്യങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നത, ആ ഭിന്നത ഒരു നാടിന്റെ തന്നെ സമാധാന അന്തരീക്ഷം കടത്തുന്ന അവസ്ഥയിലേക്ക് എത്തുക, കെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തുക. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് ഞങ്ങൾ ചോദിച്ചു പോയി, മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ വലിയ ആപത്ത്